ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തയും പരിശുദ്ധ സഭയും പരിശുദ്ധാത്മാവും ചേർന്ന് പരിശുദ്ധ സഭയുടെ മലങ്കര സഭയുടെ നേതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി നിയുക്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, വേദിയിൽ ഭൂഷരായിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ, വന്യ കോറപ്പിസ്കോപ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, വിശ്വാസികളുടെ സമൂഹമേ, ശ്രേഷ്ഠ ബാബാ തിരുമേനിയുടെ ശാരീരിക സാന്നിധ്യമില്ലാത്ത ഒരു കൺവെൻഷൻ എന്ന പ്രത്യേകതയാണ് നമ്മളിവിടെ കാണുന്നത്. നാം ഒഴിഞ്ഞ് ഇട്ടിരിക്കുന്ന ഒരു കസേര അദ്ദേഹത്തിൻ്റെ സ്നേഹ സാന്നിധ്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മളിട്ടിരിക്കുന്നത്. ഈ പന്തലിൽ കത്തി നിൽക്കുന്ന ലൈറ്റും അതുപോലെ ഈ ഗാനശുശ്രൂഷയുമൊക്കെ 35 വർഷത്തെ ശ്രേഷ്ഠ ബാബായുടെ സ്വപ്നത്തിൻ്റെയും ദർശനത്തിൻ്റെയും ഫലമായി ഉയർന്നു നിൽക്കുന്നതാണ്. ആ ദർശനത്തോടും ആ സ്വപ്നങ്ങളോടും നീതി പുലർത്തുവാൻ നമുക്ക് കഴിയുക എന്നുള്ളത് ഇനിയുള്ള കാലത്തും വളരെ പ്രധാനപ്പെട്ടതാണ്. സുവിശേഷത്തെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവകൃപയിൽ പടിപടിയായി വളർന്നു വന്ന് സഭയുടെ നേതൃത്വം എടുത്ത ശ്രേഷ്ഠ ബാബാ തിരുമേനിയുടെ സ്വപ്നങ്ങൾ എന്നും നിലനിൽക്കുവാൻ നമ്മുടെ ഈ പന്തലിൽ എല്ലാ കസേരകളിലും ആളുണ്ടാവണമെന്ന് വാശി പിടിക്കേണ്ടതുണ്ട്. നമ്മൾ പരിശുദ്ധ സഭ തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ദൈവജനത്തിന് നീതി നിഷേധിക്കപ്പെട്ടത് മൂലം നീതിക്ക് വേണ്ടി കരയുന്ന ഒരു ജനതയുടെ കണ്ണീരിൻ്റെ ഉത്തരം പോലെയാണ് നമുക്കിന്ന് എന്തെങ്കിലുമൊക്കെ ആശ്വാസം ദൈവകൃപയാൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ, നമ്മുടെ മധ്യത്തിൽ നീതി നടപ്പാക്കി തരുവാൻ നമ്മുടെ മധ്യത്തിൽ ദൈവം ജീവിക്കുന്നു. ഒരു സഭയ്ക്ക്, ഒരു സഭാ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ആ സാക്ഷ്യമാണ്. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുക. അത്തരമൊരു ദൈവാനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് നമ്മൾ ഈ കൺവെൻഷന് വേണ്ടി ഈ പ്രസംഗ വിഷയം തന്നെ എടുത്തത്. ആമോസിൻ്റെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. നീതി ജലം പോലെ ഒഴുകുക, ന്യായം അല്ലെങ്കിൽ സത്യം, ട്രൂത്ത്, അത് വറ്റാത്ത തോടുപോലെ ഒഴുകട്ടെ. സത്യത്തിൽ ഈ ദൈവവചനം നമ്മൾ പ്രഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി ദൈവവചനത്തിൽ ആഴമായ പഠനങ്ങളൊന്നുമില്ലാത്ത ഒരു ജനപ്രതിനിധി പ്രസംഗിച്ച ഒരു വചനമാണിത്. അത്രമാത്രം നീതി നിഷേധം നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് അതിനർത്ഥം. നമുക്കറിയാം, ഈ ആമോസിൻ്റെ പ്രവചനത്തെക്കുറിച്ച് തെയോഫിലോസ് തിരുമേനി ആദ്യത്തെ ദിവസം അതിൻ്റെ പശ്ചാത്തലങ്ങൾ മുഴുവനും നമുക്ക് വിവരിച്ച് നൽകി. അഭിവന്യ അപ്രയം തിരുമേനി നീതി എന്താണെന്ന് സഭാപിതാക്കന്മാർ നിർവചിച്ചത് നമുക്ക് പറഞ്ഞു തന്നു. ഞാൻ ഈ ആമോസിൻ്റെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു സാമൂഹ്യ അനീതി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തെ നോക്കി, സാമൂഹ്യ തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തെ നോക്കി നടത്തുന്ന ഒരു പ്രവചനമാണ് ആദ്യ ഭാഗം. അതിനുള്ളിൽ എന്തെല്ലാം അധാർമികതയാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് കൃത്യമായി
ഓരോ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ സുവിശേഷ പ്രസംഗം നടത്തുന്നവർ അത് തീർച്ചയായിട്ടും പ്രസംഗിക്കും. കാരണം പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ എല്ലാവർക്കും നല്ല താല്പര്യമുണ്ട്. ദരിദ്രരെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി ആമോസ് പ്രവചിക്കുന്നുണ്ട്. അതുപോലെ കോഴ വാങ്ങുന്നതിനെക്കുറിച്ച് കൃത്യമായി ആമോസ് പ്രവാചകൻ ശാസിക്കുന്നുണ്ട്. അതുപോലെ കള്ളത്രാസ് കൊണ്ട് മനുഷ്യനെ കബളിപ്പിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി ആമോസ് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മായം ചേർക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി ഈ പുസ്തകം വായിക്കുമ്പോൾ മായം ചേർത്ത് മനുഷ്യനെ കബളിപ്പിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഉത്സവങ്ങളും പെരുന്നാളുകളും അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നതിനെ കർശനമായി വിമർശിച്ചുകൊണ്ട് പ്രവാചകൻ ഇതിനകത്ത് പാപത്തെക്കുറിച്ച് ജനത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, വ്രതക്കാരെ മദ്യം കുടിപ്പിക്കുന്നതിനെക്കുറിച്ചും സ്ത്രീകൾ മദ്യം കുടിച്ച് കൂത്താടുന്നതിനെക്കുറിച്ചുമൊക്കെ കൃത്യമായി ജനത്തെ വാണിംഗ് ചെയ്തുകൊണ്ട് പാപത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു ബോധം നൽകാൻ ആദ്യ ഭാഗത്ത് ശ്രമിക്കുമ്പോൾ തന്നെ നീതി എന്താണെന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ട് ഇനി അതിൻ്റെ ഈ പാപത്തിൻ്റെ ദുരന്ത ഫലം നിങ്ങൾ എന്താണ് ഇനി അനുഭവിക്കാൻ പോകേണ്ടതെന്ന് കൃത്യമായി പ്രവാചകൻ പറയുന്നുണ്ട്. അങ്ങനെയെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ഇപ്രകാരം പറയുകയാണ്, നീതി ഇതാ ഒരു ജലം പോലെ, ഒരു നദി പോലെ ഒഴുകട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഒരു വാക്കാണ് നീതി ലഭിക്കണം ഞങ്ങൾക്ക്. ഈ വാക്ക് സഭയിൽ മാത്രമല്ല സമൂഹത്തിലുടനീളം എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് നീതി എന്ന വാക്ക്. അതുപോലെ തന്നെ സഭയിൽ എപ്പോഴും കേൾക്കുന്ന മറ്റൊരു വാക്കുണ്ട് കൃപ എന്ന വാക്ക്. എന്താണ് നീതി എന്ന് അഭിമന്യ തിരുമേനി സൂചിപ്പിച്ചു. അതിൻ്റെ കൂടി ഒരു വാക്ക് കൂടി ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുകയാണ്. അഭിമന്യ തിരുമേനി പറഞ്ഞു, അവൻ അർഹിക്കപ്പെട്ടത് അവന് ലഭിക്കണം, അപരന് അർഹിക്കപ്പെട്ടത് അവന് ലഭിക്കണം. അതാണ് നീതി. അതോടൊപ്പം ഒരു വാക്കുകൂടി ചേർത്തുകൊണ്ട് എനിക്ക് അർഹതപ്പെട്ടത് എനിക്കും അപരന് അർഹതപ്പെട്ടത് അപരനും ലഭിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ കൃത്യമായി ഉയരണം. ഇതാണ് പ്രവാചകനിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് ഇത് വായിച്ചപ്പോൾ തോന്നിയത്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ സഭാ പശ്ചാത്തലത്തിൽ തന്നെ എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് ലഭിക്കണം, അവന് അർഹതപ്പെട്ടത് അവന് ലഭിക്കണം എന്ന് പറഞ്ഞാൽ നീതി ഒരു നദിയായിട്ടൊഴുകുക എന്ന് പറഞ്ഞാൽ ഒരു നദിയെ എപ്പോഴെങ്കിലും തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു ജനതയാണ് നമ്മൾ, കേരളത്തിലെ ജനങ്ങൾ. എപ്പോൾ ഏതെങ്കിലും ഒരു നദിയെ, ഏതെങ്കിലും ഒരു രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയെ എപ്പോഴെങ്കിലും തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൃത്യമായി അനുഭവിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് കേരള സമൂഹം. അതെന്തെങ്കിലും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും, മറ്റൊരു വഴിയെ കയറി ഒഴുകാറുണ്ട്. ഒരു നദി ഒഴുകി പോകുമ്പോൾ ആ നദി എനിക്ക് പ്രയോജനമാണ്, അതെന്തിന് ഞാൻ തടഞ്ഞു വെക്കണം? മറ്റുള്ളവനുള്ളത് അവൻ അർഹതപ്പെട്ടതല്ലേ, അവനും ലഭിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ സത്യത്തിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ, ഓരോ കുടുംബ ജീവിതത്തിൽ, അതുപോലെ സാമൂഹ്യ ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിലൊക്കെ സത്യത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ, സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ. ഞാൻ ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു ചെറിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ അമേരിക്കയിൽ ഒരു കോർട്ടിൽ നടന്ന സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കോടതിയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു 17 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ കോടതി മുറിയിലേക്ക് കൊണ്ടുവന്നു. ജഡ്ജി
അവൻ്റെ കുറ്റം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ കുറ്റപത്രം അവിടെ വായിച്ചു. ആ കുറ്റപത്രത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരുന്നത്: അവനൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഭക്ഷണ സാധനങ്ങൾ എടുത്തുകൊണ്ട് പണമടയ്ക്കാതെ പുറത്തേക്ക് കടന്നു. സൈറൻ മുഴങ്ങി. അപ്പോൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഓടിച്ചെന്നു. അവർ ഓടി വരുന്നത് കണ്ട് അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. സെക്യൂരിറ്റിക്കാർ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് അവനെ കോടതിയിൽ കൊണ്ടുവന്നു. അതാണ് അവൻ്റെ കുറ്റപത്രം. അപ്പോൾ ആ ജഡ്ജി അവൻ്റെ നേരെ നോക്കിയിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് ഈ ചെറുപ്രായത്തിൽ മോഷ്ടിക്കാതെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? അവൻ തലകുനിച്ച് പിടിക്കപ്പെട്ടവനെ പോലെ നിന്നു. അപ്പോൾ ആ ജഡ്ജി ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ? അവൻ പറഞ്ഞു, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജഡ്ജി ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് നിനക്ക് ഈ മോഷ്ടിക്കേണ്ടി വന്നത്? എനിക്ക് ആ ജോലി കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിനക്കെങ്ങനെയാണ് ഈ ജോലി നഷ്ടപ്പെട്ടത്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അമ്മ രോഗിയായി കിടക്കുകയാണ്. എൻ്റെ അമ്മയുടെ അസുഖം പെട്ടെന്ന് വർദ്ധിച്ചു. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ജോലിക്കെത്താൻ പറ്റിയില്ല. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാൻ കൃത്യസമയത്ത് എത്താത്തവനാണ് എന്ന എൻ്റെ റെഫറൻസ് മൂലം എനിക്കിപ്പോൾ ആരും ജോലി തരാറില്ല. അപ്പോൾ ആ ജഡ്ജി ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിനക്ക് ഭക്ഷണത്തിന് ആരോടെങ്കിലും ചോദിച്ചുകൂടായിരുന്നോ? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഈ ഭക്ഷണം മോഷ്ടിച്ചത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം മോഷ്ടിച്ചത്. അതിനു മുമ്പ് ഞാൻ 50ഓളം ആളുകളുടെ അടുക്കൽ ഒരു സഹായവുമായി ചെന്നിരുന്നു. ആരും എന്നെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, അവരെല്ലാം എന്നെ തിരസ്കരിക്കുകയും എന്നെ അപഹസിക്കുകയും എന്നെ വേദനിപ്പിക്കുകയും എന്നെ സങ്കടപ്പെടുത്തുകയും ഒരു കള്ളനെ പോലെ എന്നെ അവർ ട്രീറ്റ് ചെയ്യുകയും ചെയ്തു. നിവൃത്തി കെട്ടിട്ടാണ് ഞാൻ മോഷ്ടിക്കാൻ തുനിഞ്ഞത്. എനിക്ക് മറ്റൊരു മാർഗമില്ലായിരുന്നു. ആ ജഡ്ജി കുറച്ചു നേരം ശാന്തനായിരുന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, ഇവൻ്റെ മേലുള്ള ശിക്ഷ ഞാൻ വിധിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഈ കോടതിയുടെ ഹാളിൽ നിൽക്കുന്ന എല്ലാവരും $100 വീതം ഈ കോടതിയിൽ അടയ്ക്കണം. അതിനുശേഷം ആ ജഡ്ജി തൻ്റെ പോക്കറ്റിൽ നിന്ന് $100 എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇതാ ഈ വിധിയിൽ എൻ്റെ ശിക്ഷ ഞാൻ നടപ്പാക്കിയിരിക്കുന്നു. ആ കോടതി മുറിയിലുള്ള പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവരും $100 എടുത്ത് മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ജഡ്ജി വീണ്ടും പറഞ്ഞു, വാദിഭാഗത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വന്ന ആളോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കടയ്ക്ക് $1000 ഞാൻ പിഴയിട്ടിരിക്കുകയാണ്. ആ പിഴ ഈ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കണം. സത്യത്തിൽ സാമൂഹ്യ നീതിയുടെ എല്ലാ ഭാവങ്ങളും ഉയരുന്ന ഈ ഒരു സംഭവം വായിച്ചു കഴിഞ്ഞപ്പോൾ, ഇതൊരു സംഭവമാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ അറിയാതെ തേങ്ങിപ്പോയി. പ്രിയമുള്ളവർ, എൻ്റെയും കണ്ണ് നിറഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എവിടെയോ നടന്ന ഒരു കുട്ടി, ഏതോ ഒരു ജഡ്ജി, ഈ ജഡ്ജി ഉള്ളതാണോ, ഈ കുട്ടിയുള്ളതാണോ, ഈ കോടതിയിലുള്ളവരൊക്കെ പൈസ കൊടുത്തു എന്ന് പറഞ്ഞത് സത്യമാണോ എന്നൊന്നും അറിയാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ഹൃദയം വല്ലാതെ പടച്ചത്? അപ്പോൾ എനിക്ക് മനസ്സിലായി, സത്യത്തിൽ ആ കുട്ടിയെക്കുറിച്ച് ഓർത്തല്ല, മറിച്ച് ആ കുട്ടിക്ക് നീതി നടത്തിക്കൊടുത്ത ഒരുവനെ നമുക്ക് പരിചയമുണ്ട്. ഞാൻ ആ ജഡ്ജിയെക്കുറിച്ച് ഓർത്തപ്പോൾ യേശുവിനെ കുറിച്ചാണ് ഓർത്തത്. ഈ ഭൂമിയിൽ നാം എല്ലാം പിറന്നു വീണവരാണ്. എന്തുമാത്രം ബലഹീനതകളും കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും കൊണ്ട് കോർത്തിണക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ.
എൻ്റേതായ എത്രയോ ബലഹീനതകൾ കൊണ്ടാണ് ഞാൻ കോർത്തിണക്കപ്പെട്ട് ഈ ജീവിതം കരിപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര സ്ട്രഗിളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ ജീവിതപാതയിലൂടെ കടന്നു പോകുന്നത് എത്രയോ സങ്കടപ്പെട്ടും വേദനിച്ചുമാണ്. നമ്മൾ ഈ ഭൂമിയിൽ അപേക്ഷ കൊടുത്ത് വന്നവരല്ല. നമ്മൾ ഈ ഭൂമിയിൽ ദൈവം അയച്ചവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വീഴുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ തോന്നാറുണ്ട്, ഇത്രയും ഞാൻ വീണിട്ടും ഇത്രയും മറ്റുള്ളവർ വീണിട്ടും ദൈവം എന്തുകൊണ്ടാണ് അഗ്നി ഇറക്കി ഇവനെ നശിപ്പിക്കാതിരിക്കുന്നത്? പഴയ നിയമത്തിലെ ആമോസ് പ്രവാചകൻ കൃത്യമായി ശിക്ഷകൾ അവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആമോസ് പ്രവചിക്കുന്നുണ്ട് കൃത്യമായ ശിക്ഷ. എന്നിട്ടും എന്താണ് പാപി വിധിക്കപ്പെടാതെ പോകുന്നത്? സത്യത്തിൽ ദൈവം നടത്തിയ വിധി ഇതല്ലേ? ഞാൻ സൃഷ്ടിച്ച മനുഷ്യർ അവർ ബലഹീനതയിൽ വീണു പോകുമ്പോൾ അതിൻ്റെ ശിക്ഷ എൻ്റെ കോടതിയിൽ ഞാൻ വിധിക്കുന്നു, അത് ഞാൻ ഏറ്റുവാങ്ങുന്നു. അതുകൊണ്ടല്ലേ ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യനായവൻ ഈ ഭൂമിയിൽ നടന്നു. ജനിച്ചതുപോലും പലപ്പോഴും നമ്മൾ പല ആളുകളോടും ചോദിക്കും. ഞാൻ ഇന്നലെയും ഒരു കുട്ടിയോട് ചോദിച്ചു, ക്രിസ്തു എവിടെയാണ് ജനിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, പുൽക്കൂട്ടിൽ. അപ്പം ഞാൻ പറഞ്ഞല്ല, പുൽക്കൂട് കുറച്ചും കൂടി മെച്ചപ്പെട്ട സുരക്ഷിതമുള്ള ഇടമാണ്. ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നത് അതിൻ്റെ പിന്നിൽ ഒരു യജമാനനുണ്ട്. ആ യജമാനന് ആ പുൽക്കൂടിനെ കുറിച്ച് കരുതലുള്ളത് കൊണ്ട് അതിലുള്ള മൃഗം സുരക്ഷിതമായിരിക്കണമെന്ന് തീർച്ചയായിട്ടും ആ യജമാനൻ ആഗ്രഹിക്കും. എന്നാൽ ക്രിസ്തു ജനിച്ചത് ഒരു ഗുഹയിലാണ്. ഒരു ഗുഹയുടെ പ്രത്യേകത എന്താണ്? ആർക്കും കയറാവുന്ന ഒരു സ്ഥലം. ഹിംസ്ര ജന്തുവിന് കയറാം, രക്ഷപ്പെടാൻ ഓടുന്ന മാനിന് കയറിയിരിക്കാം, ഇഴയുന്ന പാമ്പുകൾക്ക് കയറിയിരിക്കാം, പാമ്പിനെ ആക്രമിക്കുന്ന ഗീരിക്കും കയറിയിരിക്കാം. ആർക്കും കയറാവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരിടം. ആ ഇടത്തേക്ക് യേശു ജനിച്ചു വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലെ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ഞാനാണ്, അതിന് ഉത്തരവാദി ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം ഇതാ ഒരു മനുഷ്യനായി ജീവിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഈ മനുഷ്യ സമൂഹത്തിലൂടെ നടക്കുന്നു. എന്തിനേറെ അതിൻ്റെ വിധി അവനൊരു കുറ്റവാളിയെ പോലെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ മരിക്കുന്നു. ആ മരണത്തിൻ്റെ മേൽ ഉയർത്തെഴുന്നേറ്റ് നിന്നുകൊണ്ട് അവൻ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. മുറിവേറ്റ കരങ്ങൾ അവൻ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ഭയപ്പെടേണ്ട, എൻ്റെ കൈകളിലേക്ക് നോക്കുവിൻ. ഇതെൻ്റെ ജീവനെ എടുക്കാൻ ശ്രമിച്ചതെൻ്റെ പാടുകളാണ്. ഇതെൻ്റെ ജീവിതം മുഴുവനും തകർക്കാൻ വേണ്ടി നടത്തിയ ചതിയുടെയും വഞ്ചനയുടെയും നീതിപീഠത്തിൽ നിന്ന് കിട്ടാതെ പോയ നീതിയുടെയും കഥയാണിത്. ഈ മുറിവുകൾ, ഈ മുറിപ്പാടുകൾ കാണിച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം. ആ ദൈവിക സമാധാനത്തിൻ്റെ ചൈതന്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് 2000 വർഷം പരിശുദ്ധ സഭ മുന്നോട്ട് നീങ്ങിയത്. ആ മുറിപ്പാടുകളാണ് ഇന്നും നമ്മെ കാട്ടിക്കൊണ്ട് നിങ്ങൾക്കുയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് നമ്മളോട് പ്രഖ്യാപിക്കുന്നത്. ആ പ്രത്യാശയിൽ നിലനിന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടുമാണ് ഒരു വലിയ ജനതതി കണ്ണീരൊഴുക്കിയത്, ഒരു വലിയ ജനതതി പ്രാർത്ഥിച്ചത്. സങ്കടപ്പെടുത്തുന്ന ഒത്തിരി കാഴ്ചകൾ നമ്മെ വല്ലാതെ അമർഷത്തിലും നമ്മളെ വല്ലാതെ വെറുപ്പിലും വൈരാഗ്യത്തിലും അസ്വസ്ഥതകളുമൊക്കെ ആക്കി തീർത്തിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിലും നമ്മുടെ മാതാപിതാക്കന്മാരുടെ മനസ്സിലും നാമൊക്കെ പടുത്തുയർത്തിയ ദേവാലയങ്ങളിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോകുന്നതും ദേവാലയത്തിൻ്റെ മുറ്റത്ത് കിടന്ന് ചങ്കടിച്ച് ചങ്കിന് കൈയടിച്ചൊരു അപ്പച്ചൻ കരയുന്നൊരു ഭാഗമുണ്ട്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ, സഭാചരിത്രത്തിൽ, കേരള ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടേണ്ട
ചരിത്രത്തിൻ്റെ ഭാഗമാണത്. എൻ്റെ പള്ളി പോയേ, എൻ്റെ പള്ളി പോയേ. അതുപോലെ ചില ദേവാലയങ്ങളുടെ അങ്കണത്തിൽ നിന്ന് പ്രായാധിക്യം വന്ന അമ്മച്ചിമാരെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുപോയ സംഭവങ്ങളില്ലേ? ചരിത്രത്തിൻ്റെ ഭാഗമാണതൊക്കെ. എന്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം? സഭ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൻ ഉയർത്തിക്കാട്ടിയ മുറിപ്പാടുകളുടെ ആ ചൈതന്യം ഏറ്റുവാങ്ങിയ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട കെംദാ സഭ, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട സഭ. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചൈതന്യം ഓരോ കാലഘട്ടത്തിലും സഭയ്ക്ക് ലഭിക്കണമെങ്കിൽ ക്രൂശിക്കപ്പെടണം, പീഡിപ്പിക്കപ്പെടണം, അന്യായമായ വിധികൾ നമ്മുടെ നേരെ ഉണ്ടാവണം. വ്യക്തിപരമായും ജീവിത സാഹചര്യങ്ങൾ നമുക്കെതിരായി ഉണ്ടാകുമ്പോഴാണ് നമുക്കൊക്കെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകുന്നത്. മരിക്കുന്നവർക്ക് മാത്രമേ ഉയർക്കാനാവൂ. അതുകൊണ്ട് പരിശുദ്ധ സഭ ഒരു സത്യസഭയാണെന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമുക്കുണ്ടാകുന്ന ഈ വേദനകളും സങ്കടങ്ങളും. ഒരിക്കൽ കൽക്കട്ടയുടെ തെരുവിൽ ഒരു കൊച്ചു ബാലൻ അവൻ അമ്മയോട് വാശി പിടിച്ചു. ക്രിസ്മസിൻ്റെ സീസണാണ്. അമ്മയോട് അവൻ പറഞ്ഞു, ഒരു മാസം മുമ്പേ പറഞ്ഞു, അമ്മ എനിക്ക് ഈ ക്രിസ്മസിന് അമ്മ ഒരു കേക്ക് വാങ്ങിത്തരണം. അമ്മ പറഞ്ഞു, കേക്കൊക്കെ കിട്ടും, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഉണ്ണിയേശുവിനോട് നീ പ്രാർത്ഥിക്കുക, ഉണ്ണിയേശു നിനക്ക് കേക്ക് തരും. അവൻ ഒരു ദിവസമല്ല 10-24 ദിവസം മുട്ടുമ്മേ നിന്ന് ഈ കുഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഉണ്ണിയേശുവേ ഈ ക്രിസ്മസിന് നിന്റെ ജനനത്തിന് എനിക്ക് ഒരു കേക്ക് നീ തരണം. 24 ദിവസം പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞിന് നീതി കിട്ടിയില്ല. ദൈവത്തിൽ നിന്ന് നീതി കിട്ടാതെ പോയ കുഞ്ഞ് 24-ാം തീയതി വൈകുന്നേരം തെരുവിലേക്ക് ഇറങ്ങി. അവൻ്റെ മനസ്സിൽ അവൻ തന്നെ കോറിയിട്ടു, എനിക്ക് നീതി കിട്ടാത്ത ക്രിസ്മസ്, എനിക്ക് നീതി കിട്ടാത്ത ക്രിസ്മസ് ആണിത്. അവൻ പ്രാർത്ഥന അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവൻ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് യേശുവിൻ്റെ ചിത്രം ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുന്ന മനോഹരമായ ചിത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് അവൻ തെരുവിലേക്ക് ഇറങ്ങി. തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അവൻ കണ്ട കാഴ്ച അവനെ കൂടുതൽ വേദനിപ്പിച്ചു. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെയുമായി വന്ന് നല്ല ബേക്കറികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അവരുടെ കയ്യിൽ കൊടുത്ത് പുത്തൻ ഉടുപ്പും മേടിച്ചു കൊടുത്ത് ആ കുഞ്ഞുങ്ങളെയുമായി കാറിൽ കയറി പോകുന്ന മനോഹരമായ കാഴ്ച അവൻ കണ്ടു തന്നു. ബേക്കറികളിൽ ഭക്ഷണ സാധനങ്ങൾ നിരനിരയായി ലൈറ്റിട്ട് അടുക്കി വെച്ചിരിക്കുന്ന അലങ്കാരപ്പണികളോടുകൂടി അടുക്കി വെച്ചിരിക്കുന്നവൻ കണ്ടു. അതവനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. നക്ഷത്രങ്ങൾ, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അവൻ്റെ കണ്ണഞ്ചിപ്പിച്ചെങ്കിലും അവൻ്റെ ഹൃദയം നീറിക്കൊണ്ടിരുന്നു. എനിക്ക് ഈ ഭൂമിയിൽ നീതിയില്ലേ? എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലേ? പ്രിയമുള്ളവരെ, ഓരോ പ്രാർത്ഥനയുടെയും ഉത്തരമാണ് സത്യത്തിൽ നീതി എന്ന് പറയുന്നത്. എനിക്ക് അർഹതപ്പെട്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അർഹതപ്പെടാത്തതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരുണ്ട്. അർഹതപ്പെട്ടതിന് വേണ്ടിയാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അർഹതപ്പെട്ടത് ദൈവമേ, എനിക്ക് നീതിയും ന്യായവും നടത്തി തരണമേ. ആ കുഞ്ഞ് പ്രാർത്ഥിച്ചു, അവന് നീതി കിട്ടിയില്ല. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ അടയാളങ്ങളൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പോഴാണ് അവൻ വലിയൊരു കാഴ്ച കണ്ടത്. ഒരു വാഹനത്തിലേക്ക് അനേകം കേക്കുകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവനത് കൗതുകത്തോടെ നോക്കി നിന്നു. ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല. എല്ലായിടത്തും തിരക്ക്. ആ കൊച്ചുകുട്ടി ആ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അതവനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ അങ്ങോട്ട് നോക്കും, തിരിച്ച് വാഹനത്തിലേക്ക് നോക്കും. അവൻ അങ്ങോട്ട് ബേക്കറിയിലേക്ക് നോക്കും, വാഹനത്തിലേക്ക് നോക്കും. അതവനെ വല്ലാതെ ആകർഷിച്ചു. പെട്ടെന്ന് ഒരു സ്ത്രീ അവൻ്റെ അടുക്കലേക്ക് വന്നു. അവൻ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ കയ്യിലിരുന്ന ഒരു വലിയ കൂട് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിനക്കുള്ള ക്രിസ്തുമസ് സമ്മാനമാണ് ഇത്. അവൻ ചോദിച്ചത് എന്താണ്? പറഞ്ഞു, ഇത് കേക്കാണ്. ഈ ക്രിസ്മസിന് നിനക്കുള്ള സ്നേഹത്തിൻ്റെ സമ്മാനപ്പൊതിയാണ് ഈ കേക്ക്. അവൻ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളാണോ ജീസസ്?
അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ നീ എന്നോട് അങ്ങനെ ചോദിച്ചത്? അപ്പം അവൻ പറഞ്ഞു, ഞാൻ സത്യത്തിൽ ഒരു 24 ദിവസമായി ഉണ്ണിയേശുവിനോട് ഒരു കേക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളാണ് എനിക്ക് കേക്ക് തന്നത്. അതുകൊണ്ട് എനിക്കൊരു സംശയം, നിങ്ങളാണോ ജീസസ്? അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പിൽ അവൻ്റെ നെറുകയിൽ ഒരു മുത്തം കൊടുത്ത് ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് നടന്ന് നീങ്ങിപ്പോയി. സത്യത്തിൽ ആ കുഞ്ഞിൻ്റെ നീതി ആരുടെയോ കയ്യിൽ സുരക്ഷിതമായിരിക്കുകയാണ്. ഈ മദർ തെരേസ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ കയ്യിൽ ഈ കുഞ്ഞിൻ്റെ നീതിയും ന്യായവും ദൈവം ഉറപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ കയ്യിൽ ആരുടെയെങ്കിലും നീതിയും ന്യായവും തന്നുവിട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലുമുള്ള സ്നേഹത്തിൻ്റെ സമ്മാനപ്പൊതി എൻ്റെ കയ്യിൽ തന്നിട്ട് വിട്ടിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുന്നിടത്താണ് ഞാൻ നീതിമാനാകുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, സുരക്ഷിതമായ ജീവിതം, സൗകര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആരുടെയെങ്കിലും നീതിയും ന്യായവും നന്മയും ആർക്കെങ്കിലും കൊടുക്കാനുള്ള ഗിഫ്റ്റും ആരുടെയെങ്കിലും പ്രാർത്ഥനയുടെ ഉത്തരം എൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ആത്മശോധന ചെയ്യുമ്പോഴാണ് നമ്മുടെ ആന്തരിക മനസ്സുകളിൽ നീതി ഉണ്ടാകുന്ന പ്രിയമുള്ളവർ. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നാമൊക്കെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ഒരു വൈദികൻ, ഒരു പ്രമിയോൻ സദറായി നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ തന്നെ നിനക്ക് വേണ്ടിയുള്ള സ്വീകാര്യ ബലിയായി തീരണം. എത്ര നല്ല മനോഹരമായ വാക്കാണ്. ഞങ്ങൾ തന്നെ ഒരു സ്വീകാര്യ ബലിയായി നിനക്ക് വേണ്ടി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരോഹിതന്മാർ അപ്പം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന. ഞങ്ങൾ തന്നെ നിനക്ക് വേണ്ടി അർപ്പിക്കുന്ന സ്വീകാര്യ ബലിയായി തീരണം. അപ്പം ഞായറാഴ്ച നമ്മൾ ഒരു ദേവാലയത്തിൽ പോയി കഴിയുമ്പോൾ ഇതാ പുരോഹിതൻ നമുക്ക് വേണ്ടി ഒരപ്പം അർപ്പിച്ചിട്ട് പറയുകയാണ്, ഇതാ ദൈവമേ നിനക്ക് വേണ്ടിയുള്ള സ്വീകാര്യ ബലി എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ നിൽക്കുന്ന മുഴുവൻ പേരുടെയും ബലിയാണത്. ബലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമർപ്പണമാണ്. ആമോസ് പ്രവചിക്കുന്നുണ്ട്, ബലികളിൽ പോലും നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് കൃത്യമായി പ്രവചിക്കുന്നുണ്ട്. അതിനുശേഷം അപ്പമെടുത്ത് കയ്യിൽ പിടിച്ച് യേശു പുരോഹിതൻ പറയും, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. കുർബാന കഴിയുന്നതോടുകൂടി കുർബാന അനുഭവിക്കുവാൻ ചില ദേവാലയങ്ങളിലെങ്കിലും വളരെ ആവേശമാണ്. പെസഹായ്ക്കൊക്കെ ഇത് വളരെ ആവേശത്തോടു കൂടി അവർ ചെയ്യാറുണ്ട്. കുർബാനയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങോട്ട് സ്വന്തം ശരീരം നൽകിയവനോട് നമുക്കൊരു നീതിയില്ലേ, ഒരു നീതി കാണിക്കണ്ടേ? അവൻ അർഹിക്കപ്പെട്ടത് അവന് കൊടുക്കണം. ക്രിസ്തുവിന് അർഹിക്കപ്പെട്ട ഒന്നുണ്ട്. എന്താണ്? ക്രിസ്തു സ്വന്തം ശരീരവും രക്തവും ജീവിതവും കൊടുത്ത് മേടിച്ചെടുത്ത ക്രിസ്തുവിൻ്റെ ശരീരം. അതാണ് സഭ, അതാണ് ഞാൻ, അതാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ ഒരിക്കലെങ്കിലും ബലിപീഠത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരിഞ്ഞെന്ന് ചോദിക്കണം, കർത്താവേ ഇതെൻ്റെ ശരീരമാണ്, നിനക്ക് വേണ്ടി തരാൻ മാമോദീസായരോട് ഉടമ്പടി ചെയ്ത് എൻ്റെ ജീവിതമാണിത്, നീ ഇത് വാങ്ങ്, അനേകർക്ക് വേണ്ടി വിഭജിച്ചു കൊടുക്ക്. എൻ്റെയും നിങ്ങളുടെയും ജീവിതമൊക്കെ മാമോദീസായിലൂടെ ഉടമ്പടി ചെയ്ത കുഴിച്ചിടപ്പെട്ട എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. കുഴിച്ചിടപ്പെട്ട ജീവിതം, സംസ്കരിക്കപ്പെട്ട ജീവിതം. ആ മാമോദീസ തൊട്ടിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഉണ്ണിയേശുവാണ്, ദൈവപുത്രന്മാരാണ് ഈ പന്തലിൽ നിറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ ശരീരം ആർക്കോ വേണ്ടി ചലിക്കാനുള്ള ശരീരമാണ്. ആർക്കൊക്കെയോ വേണ്ടി ആരെയൊക്കെ അനുഗ്രഹിക്കാനുള്ളതാണ്. ആരുടെയൊക്കെയോ സ്നേഹത്തിൻ്റെ സമ്മാനപ്പൊതി നമ്മളുടെ വാക്കിലും നമ്മുടെ പുഞ്ചിരിയിലും നമ്മളുടെ സമ്പത്തിലും നമ്മളുടെ കഴിവുകളിലും ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നെ അർഹിക്കപ്പെട്ടവർക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കണം.
അതാണ് ക്രൈസ്തവ ജീവിതം. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു ബലിയായി അർപ്പിക്കപ്പെടാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് എൻ്റെ ക്രൈസ്തവ ജീവിതം പുണ്യജീവിതമായി മാറുന്നത്. സ്വീകരിക്കപ്പെട്ട ബലികളും സ്വീകരിക്കപ്പെടാതെ പോയ ബലികളും ബൈബിളിൽ പറയുന്നുണ്ട്. സ്വീകരിക്കപ്പെട്ട ബലിയുടെ അടയാളം എന്താണ്? ബലിയുടെ മേൽ അഗ്നി ഇറങ്ങി ബലിവസ്തു ഇതാ ഒരു അഗ്നിക്കനല് പോലെ കത്തി നിൽക്കുന്നതാണ് സ്വീകരിക്കപ്പെട്ട ബലിയുടെ അടയാളം. അങ്ങനെയെങ്കിൽ ഒരു കനലിൻ്റെ പ്രത്യേകതയുണ്ട്. ആ കനലിന് മറ്റുള്ളവരെ തീ കത്തിക്കാൻ, മറ്റുള്ളവരെ കത്തിക്കാനുള്ള ശേഷിയുണ്ട്. അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ചുറ്റും നിൽക്കുന്ന ആളുകളിലേക്ക് ഒരു വെളിച്ചം ആ കനലിൽ നിന്ന് പകരാൻ അതിനെ കൊണ്ടാവും. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഒരിത്തിരി വെട്ടം നാം മൂലം നമുക്ക് ചുറ്റുപാടും കൂടുന്ന മനുഷ്യർക്ക്, നമ്മളിവിടെ വന്നപ്പോഴൊക്കെ ഈച്ചയായിരുന്നു. എന്താണ് ഈച്ച ഇവിടെ തന്നെ വന്നത്? കൃത്യമായ ഒരു വെളിച്ചം, നമ്മുടെ ആരുടെ അടുക്കിലേക്ക് വരാത്ത ഈച്ച കൃത്യമായി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് പോയി. അതിനാകർഷിക്കുന്ന ഒരു സ്ഥലത്ത് അത് കൃത്യമായി കറങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ വെളിച്ചമായി, ഒരു കനലായി, തീ പിടിപ്പിക്കുന്ന ഒരു കനലായി മാറാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. മോശെ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ പ്രവാചകനായി തിരഞ്ഞെടുത്തതാണ്. പ്രവാചകനായിരുന്നു. പക്ഷേ ജീവിത സാഹചര്യം അവനെ ഒരു കൊലപാതകിയാക്കി തീർത്തു. ജീവിത സാഹചര്യം അവനെ നാട് കടക്കേണ്ടി വന്നു. ജീവിത സാഹചര്യം അവനെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യമുള്ളവനാക്കി തീർത്തു. ജീവിത സാഹചര്യങ്ങളായിരിക്കും ഒരുപക്ഷെ അവനെ വിക്കനാക്കി തീർത്തത്. അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ ഒരുപക്ഷെ അമ്മയ്ക്കുണ്ടായ പ്രയാസങ്ങളും അതുപോലെ ജനിച്ചു കഴിഞ്ഞപ്പോഴുണ്ടായ സംഘർഷങ്ങളും എല്ലാം കൂടെ ചേർന്നായിരിക്കും ഒരുപക്ഷെ അങ്ങനെയൊക്കെ വിക്കരായി തീരാറുണ്ട്. സംസാരശേഷി നഷ്ടപ്പെടുന്നവരുണ്ട്. അവസാനം നാട് വിട്ട് ഓടേണ്ടി വന്ന പരാജിതനായ മോശെ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ അയാൾ കണ്ട ഒരു ദർശനമുണ്ട്. അതയാളെ വല്ലാതെ ആകർഷിച്ചു. അയാൾ ഒത്തിരി തീ കണ്ടിട്ടുണ്ട്, ഒത്തിരി തീ കണ്ട മനുഷ്യനാണ്. പക്ഷേ ഈ തീക്കൊരു പ്രത്യേകതയുണ്ട്. തീ കത്തുമ്പോൾ ഇന്ധനമില്ലാതെ ആ തീ കത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മുൾപ്പടർപ്പ് കത്തുന്നില്ല, തീ കത്തുന്നുണ്ട്. ഇന്ധനമില്ലാതെ കത്തുന്ന തീ, അതയാളെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തീ, അതയാളെ സന്തോഷിപ്പിച്ചു. ആ വിചിത്രമായ കാഴ്ച കാണാൻ അയാൾ അതിൻ്റെ അടുക്കലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ അതിൽ നിന്നൊരു സ്വരമുണ്ടായി, മോശ മോശ, ഇങ്ങോട്ട് പോരണ്ട, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നീ നിൽക്കുന്നിടം വിശുദ്ധമാണ്. അതുകൊണ്ട് കാലിലെ ചെരിപ്പഴിച്ച് മാറ്റിയാൽ മാത്രം മതി. നീ കണ്ടെത്തുന്ന ഈ ലോകത്തിലെ സുരക്ഷിതത്വങ്ങളൊക്കെ എപ്പോഴാണോ നീ വേണ്ടെന്ന് വെക്കുന്നത്, നിന്റെ ദൈവവിളി തന്നെ വിശുദ്ധമാണ്. ആ വിളി മതി ഈ ജീവിതം മുഴുവനും കത്താൻ. മോശ അവിടെ നിന്ന് ദൈവം ഏൽപ്പിച്ച വഴിത്താരയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. അവൻ അന്ന് വരെ യാത്ര ചെയ്ത വഴിവിട്ട് പുതിയൊരു വഴിത്താര, ഒട്ടും അവന് ചേരാത്ത, ദാവീദിനെ യുദ്ധം ചെയ്യാൻ വിട്ടതുപോലെ ഒട്ടും ചേരാത്ത ഒരു വഴിത്താരയിലൂടെ അവനെ ദൈവം പറഞ്ഞേക്കാം. പല പ്രാവശ്യം പറഞ്ഞു, എന്നെ ഈ വഴിയെ വിടരുത്, ഞാൻ വിക്കനാണ്, സംസാരശേഷി എനിക്ക് കുറവാണ്, എനിക്കിതിനുള്ള ത്രാണിയില്ല. ദൈവം എന്താ പറഞ്ഞത്? ആരാണിതൊക്കെ നിനക്ക് തന്നത്? നിനക്കുള്ളത് മുഴുവനും ദൈവത്തിൻ്റെതാണ്, ഇത് മുഴുവനും നിനക്ക് ദൈവം തന്നതാണ്, നീ പോവുക. മോശ ആ അഗ്നിപ്പടർപ്പിൽ നിന്ന് നെഞ്ചിലേക്ക് കത്തിയിറങ്ങിയ തീയുമായി യാത്ര ചെയ്തു. ഇന്നും ആ അഗ്നി ഓരോ പുരോഹിതൻ്റെയും ജീവിതത്തിൽ കനലായി കിടക്കുന്നു. ഈ കനല് ഒരു തീപ്പന്തമായി ആളിക്കത്തിക്കുക എന്നുള്ള സ്വാഭാവിക ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരുടെയുമാണ്. ഈ സഭ ഒരു തീയായി ആളിക്കത്തണം. നമ്മുടെ ജനം ഒരഗ്നിഗോളങ്ങളായി ഈ ഭൂമിയിൽ പരിശുദ്ധ സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ മുഖം കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി, അവളുടെ ജീവിതത്തിൽ അവളുടെ അപ്പൻ മരിച്ചുപോയി. അമ്മയും സഹോദരങ്ങളും മാത്രമേ ഉള്ളൂ, അനാഥപ്പെട്ട കുടുംബം. അമ്മ എപ്പോഴും അവളോട് പറയും, മക്കളെ, നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് മാറ്റിവെക്കണം, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം. അതൊരു നല്ല ഉപദേശമാണ്. പക്ഷേ ഒരു ദിവസം ആ പെൺകുട്ടി നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടത് അവളെ വേദനിപ്പിച്ചു, സങ്കടപ്പെടുത്തി. വിധവയായ ചെറുപ്പക്കാരിയായ അമ്മ ആരോടും പറയാതെ എവിടേക്കോ ഇറങ്ങിപ്പോകുന്നു. എൻ്റെ അമ്മ എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? വിധവയായ അമ്മ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എന്തിനാണ് അമ്മ ഞങ്ങളോട് പറയാതെ ഇങ്ങനെ പോകുന്നത്? അതവളെ സങ്കടപ്പെടുത്തി, പരിഭ്രാന്തിയിൽ ആഴ്ത്തി. അങ്ങനെ ഒരു ദിവസം അവൾ തീരുമാനിച്ചു, അമ്മ എവിടെ പോകുന്നുവെന്ന് എനിക്കറിയണം. അവളൊരു ദിവസം അമ്മ പോയി കഴിഞ്ഞപ്പോൾ അമ്മയുടെ പിന്നാലെ പതുക്കെ യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യാത്ര ചെയ്ത് ഒരൊറ്റയടി പാതയിലൂടെ യാത്ര ചെയ്തെന്ന് കൊച്ചു വീട് കണ്ടു. ആ അമ്മ ആ കൊച്ചു വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അവളെ ചങ്കിടിക്കാൻ തുടങ്ങി. അവൾ ഭയപ്പെട്ടു. അവൾ പതുക്കെ ആ ജനാലയുടെ മുകളിൽ കയറി വെന്റിലേഷനിലൂടെ ഉള്ളിലേക്ക് നോക്കി. എൻ്റെ അമ്മ, വിധവയായ എൻ്റെ അമ്മ എന്താണ് ഈ മുറിക്കുള്ളിൽ ചെയ്യുന്നത്? അവൾ കണ്ട കാഴ്ച ഇതായിരുന്നു. വൃദ്ധയായി മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അമ്മ കഴിക്കാത്ത ഭക്ഷണം ആ അമ്മയുടെ വായിലേക്ക് ഈ പെൺകുട്ടിയുടെ അമ്മ വാരിക്കൊടുത്തു. അതിനുശേഷം പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, അവളെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. പഴയ വസ്ത്രങ്ങളെടുത്ത് പാത്രവുമെടുത്ത് ആരും കാണാതെ ആ സ്ത്രീ പുറത്തിറങ്ങി കതകടച്ചിട്ട് ഒറ്റയടി പാതയിലൂടെ തിരിച്ചു നടന്നു. ആ പെൺകുട്ടി ആ ജനാലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. അവൾ അമ്മയുടെ നേരെ നോക്കി കൈകൂപ്പി. അമ്മയുടെ പിന്നാലെ അവളൊരു തീർത്ഥയാത്ര നടത്തി. ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക്, ഒരു വിശുദ്ധൻ്റെ ഖബറിലേക്ക് എന്നതുപോലെ അമ്മയുടെ പിന്നാലെ അവളൊരു തീർത്ഥയാത്ര നടത്തി. സത്യത്തിൽ ആ തീർത്ഥയാത്ര അമ്മയുടെ പുറകെ ആയിരുന്നില്ല, അമ്മയുടെ തീ തുപ്പുന്ന ഹൃദയത്തിലേക്കുള്ള തീർത്ഥയാത്രയായിരുന്നു. ആ തീർത്ഥയാത്ര, ആ യാത്ര അവളെ തീ പിടിപ്പിച്ചു. ഉപദേശങ്ങളും പ്രസംഗങ്ങളും ഏറെ കേട്ടിട്ടുണ്ടെങ്കിലും ആ പ്രവൃത്തി ആ വ്യക്തിയെ തീ പിടിപ്പിച്ചു. ആ പെൺകുട്ടി അവസാനം മാതാപിതാക്കന്മാരോട് വിട പറഞ്ഞ് രാജ്യം വിട്ടു. രാജ്യം വിട്ട് അവൾ വന്നത് ഒരു ദരിദ്രമായ സ്ഥലത്ത്, കൽക്കട്ടയുടെ തെരുവിൽ. അധികാരികളെതിര്, എല്ലാ മതങ്ങളുമെതിര്, അതുപോലെ ആ സ്റ്റേറ്റ് ഭരിക്കുന്ന ആ ഡിസ്ട്രിക്റ്റിൻ്റെ കമ്മീഷണർ അടക്കമുള്ള എല്ലാവരും എതിരെ പരാതികൾ ഉയർന്നു. അങ്ങനെ പരാതികളുടെ കൂമ്പാരത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു അഗ്നിജ്വാല പോലെ കത്തിവേർന്നിയ ഒരു സ്ത്രീയുണ്ട്, നമ്മളെല്ലാം ആദരിക്കുന്ന മദർ തെരേസ. എങ്ങനെയാണ് ഇങ്ങനൊരു സ്ത്രീയെ ലോകത്തിന് കിട്ടിയത്? അമ്മയുടെ നെഞ്ചിൽ നിന്ന് കത്തിപ്പടർന്ന തീയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പനും ഓരോ അമ്മയ്ക്കും വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിനെ തീ പിടിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്കാണ്. ആ തീയാണ് അടുത്ത തലമുറയിലെ സഭ എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് വെളിച്ചത്തിൻ്റെ കുറവും അതുപോലെ അഗ്നിജ്വാലകളുടെ കുറവും അവൻ്റെ കണ്ണുകളിലെ പ്രകാശവും നഷ്ടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ മാതാപിതാക്കന്മാർ ഭയപ്പെട്ടുകൊള്ളുക. നിങ്ങൾ തീ പിടിക്കുന്നവരായി മാറണം. നിങ്ങളുടെ നെഞ്ചിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നിജ്വാല കത്തണം. അതിനുവേണ്ടി ബലിപീഠത്തിൻ്റെ മുമ്പിൽ നാം നിന്ന് പ്രാർത്ഥിക്കൊണ്ടൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഇതാ എൻ്റെ ജീവിതം ഒരു ബലിയായി സമർപ്പിക്കുന്നു. നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണം. അതെൻ്റെ ജീവിതം ഒരഗ്നിയായി കത്തിയെരിയാനോ ഒരു ബലിയായി പങ്കുവെക്കാനോ വേണ്ടിയാണെങ്കിൽ അത് തന്നെ. അങ്ങനെ ജീവിച്ച അനേകം പിതാക്കന്മാരുടെ അഗ്നിജ്വാല കൊണ്ട് കത്തി നിൽക്കുന്ന ഒരു സഭയാണ് നമ്മുടെ സഭ.
ആ അഗ്നിയിൽ നിന്നാണ് ഈ സഭ ഇന്നും പൗരോഹിത്യത്തിൻ്റെ ചൈതന്യം കൈമാറി കൊണ്ടുപോകുന്ന നമ്മൾ മറന്നു പോകരുത്. ഒരുപക്ഷെ കാലാകാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കുമുണ്ടാകുന്ന കുറവുകളുണ്ട്, കഴിവുകളുണ്ട്. അതൊരു പരിധിവരെ പരിശുദ്ധാത്മാവ് അതെല്ലാം ഉപയോഗിക്കുമെങ്കിലും ആത്യന്തികമായി ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഈ സഭയെ വല്ലാതെ ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം ദൈവത്തെ കൂടുതലായി അനുസരിക്കുകയും ദൈവത്തിൻ്റെ നീതിക്ക് മുമ്പിൽ നാം നിന്നുകൊടുക്കുകയും ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ജഡ്ജി അവിടെ നടത്തിയ കോർട്ടിനുള്ളിൽ നടത്തിയ വിധി പോലെ നാമും നമ്മുടെ വിധി സ്വീകരിക്കണം. ഈ ചുറ്റുപാടും ഒരുവൻ വിശന്നാൽ അതിൻ്റെ കുറ്റം ഞാനാണ്. ഈ ഭൂമിയിലൊരുവൻ വീടില്ലാതെ വേദനിച്ചാൽ അതിൻ്റെ കുറ്റം എനിക്കാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു ദൈവിക ചൈതന്യം നമ്മളെ ഭരിക്കണം. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും തന്നെ രഹസ്യമായും പരസ്യമായും ഒക്കെ പലരെയും സഹായിക്കുകയും അതുപോലെ അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ സഭയിൽ നടക്കുന്ന എത്രയോ നല്ല പ്രവർത്തനങ്ങൾ. ഞാൻ അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളൊക്കെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ സാധിക്കുമ്പോഴൊക്കെ അത് വാർത്തയാക്കിയാണ് ചെയ്യുന്നത്. മറ്റൊന്നും കൊണ്ടുമല്ല, ഇല്ലെങ്കിൽ വാർത്തയാക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല ചില ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ തന്ന മനുഷ്യർ ചോദിക്കും, ഈ പൈസ എങ്ങനെ ഉപയോഗിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ പൈസ ഉപയോഗിച്ചത്? അപ്പോൾ കൃത്യമായി ഇത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇത് ചെയ്യേണ്ടി വരുന്നു. എന്നാൽ അഭിമന്യ തിരുമേനി പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുന്നത് വ്യക്തിപരമായി എനിക്കറിയാവുന്ന പല കാര്യങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള, ഞാൻ തിരുമേനിയെ വളരെ അത്ഭുതത്തോടെ നോക്കി കണ്ട ചില സംഭവങ്ങളുണ്ട്. ഇവിടെ പറയാൻ പറ്റുന്ന സംഭവങ്ങളല്ല. വീണവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ വീണ ഒരു മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഓർത്തു പോയിട്ടുണ്ട്. അവരുടെ ജീവിതത്തെ വീണ്ടും പുനർജീവിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിമന്യ പ്രേം തിരുമേനി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഞാൻ ഒരിക്കൽ ഈ ഡയാലിസിസ് സെൻറ്റർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. ഞാൻ എത്ര കൂട്ടിക്കുറച്ചിട്ടും ഏകദേശം 1000-ന് മുകളിൽ 1200 രൂപ കൊടുക്കാതെ ഒരു കാരണവശാലും ഒരു ഡയാലിസിസ് നമുക്ക് സ്വാഭാവികമായി നടത്താൻ സാധിക്കില്ല. അതാണ് വെറും 300 രൂപയ്ക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകദേശം 700 അതിനല്ലേ 800 അതിലധികം രൂപ മറ്റെവിടുന്നോ ആരുടെയോ മാംസരക്തങ്ങളുടെ വിലയാണ് സത്യത്തിൽ സഭയുടേതാണ്, സഭയിലെ ദൈവമക്കൾ നൽകുന്നതാണ്. അതിലുള്ള വിശ്വാസം, അദ്ദേഹത്തിന് അത് കൊടുക്കുന്നതിലുള്ള വിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന നന്മകൾ സത്യത്തിൽ നമ്മളാരും അറിയുന്നില്ല. ഒരിക്കലും ഈ ഇടുക്കിയിൽ വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മലവെള്ളം കൊണ്ട് വീണു. എൻ്റെ പള്ളിയുടെ ഒരു പള്ളിമുറി തന്നെ ഇടിഞ്ഞ് തകർന്നു പോയി. ഞാനവിടെ ചെന്നപ്പോൾ പള്ളിമുറി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, എനിക്ക് വലിയൊരു കുഴിയിലാണ് എൻ്റെ വീട്, വെള്ളമൊഴിയപ്പോൾ എൻ്റെ വീട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ സഭയിൽ, ബാക്കി എല്ലാവരും സഭ വിട്ടുപോയി സാഹചര്യങ്ങൾ കൊണ്ട്, ഞാൻ മാത്രം ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കും. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്കെന്തെങ്കിലും ചെയ്യാം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏലിയാസ് അത്താനാസിരിമിൻ എന്നെ വിളിച്ചു. ഞാൻ നാരകക്കാനത്തിനൊന്ന് വന്നോട്ടെ, ഒരു കുർബാന ഇല്ലിക്കോട്ടെ. ഞാൻ ചോദിച്ചു, പിന്നെ തിരുമേനിക്ക് എപ്പം വേണമെങ്കിലും എൻ്റെ ഭദ്രാസനത്തിൽ വരാം. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പ്രത്യേക പെരുന്നാളോ? അന്നേരം ഇല്ല, ഞാൻ അവിടെ ഒരു വീട് പണിത് കൊടുക്കാൻ പോകും. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയാണ്? അത് കുഴിയിൽ, അങ്ങ് കുഴി കിടക്കുന്നൊരു വീടാണ്. അപ്പോൾ പറഞ്ഞു, ആ വീട് ഞാൻ പണിത് കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അന്നേരം തിരുമേനി പറഞ്ഞു, അല്ല, എനിക്കൊരവസരം തരാമെങ്കിൽ ഞാൻ പണിത് കൊടുത്തോളാം. അങ്ങനെ തിരുമേനി ആ വീട് പണിത് കൊടുക്കുക മാത്രമല്ല, വടിയും കുത്തിപ്പിടിച്ച് അദ്ദേഹം താഴേക്ക് ഇറങ്ങിപ്പോയി. തിരിച്ചു കയറി വന്നപ്പോഴും വടി കുത്തി കയറി. അത് ഫേസ്ബുക്കിൽ വലിയ തരംഗമായി മാറിയില്ല, അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളായി അദ്ദേഹത്തിന് മാറാനിടയായിത്തീരുന്നു. വടി കുത്തി നടന്നു എന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ നമ്മുടെ ഓരോരോ പിതാക്കന്മാരെയും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയിലെ നീതി സ്ഥാപിച്ചു തരുവാൻ അശ്രാന്തം പരിശ്രമിക്കുന്ന അനേകം പിതാക്കന്മാർ നമ്മുടെ സഭയ്ക്കുണ്ട്. അനേകം വൈദികരെ രഹസ്യവും പരസ്യവുമായി ദൈവജനത്തെ പരിപാലിപ്പിക്കുന്ന പുരോഹിതരുണ്ട്. ഇതൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്.
പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടവർ പ്രോത്സാഹിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. വിമർശിക്കപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. എന്തായാലും ഈ ഭൂമിയിലെ നീതി സംസ്ഥാപിക്കാൻ മനുഷ്യനതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, അംഗീകരിക്കപ്പെട്ടാലും അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും, നീതി സംസ്ഥാപിക്കുവാൻ ക്രിസ്തുവിൻ്റെ ശരീരമായി ഈ ഭൂമുഖത്ത് ഇനി സഞ്ചരിക്കുന്ന ദേവാലയങ്ങൾ നമ്മളാണെന്ന തിരിച്ചറിവോടുകൂടി ഈ കൺവെൻഷനിൽ നമുക്ക് രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ഈ സഭയോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് വേണ്ടി ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ച ഒരു ജനതയുടെ കണ്ണീരിൻ്റെ ഉത്തരമായി നീ ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് എപ്പോഴും ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി നന്ദി. ഈ സഭയ്ക്ക് നേതൃത്വമുണ്ടാകണം. ഈ സഭയിൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ഈ സഭയിൽ ദേവാലയങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും ദൈവവിളികൾ ഉണ്ടാകുന്നു. ഈ സഭയിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴും സമർപ്പിതരും ദേറാക്കാരും ശക്തി പ്രാപിച്ചു വരുന്നു. ഈ സഭയിൽ പ്രതിസന്ധികൾ വാനോളം ഉയരുമ്പോൾ ദൈവജനം ദരിദ്രരെയും അഗതികളെയും സഹായിക്കാൻ സന്നദ്ധമായി കൈനീട്ടി നിൽക്കുന്നു. ഈ ജനത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ബലഹീനതകൾ ഓർക്കാതെ ഞങ്ങളെ സഹായിക്കുന്ന അങ്ങയുടെ നീതിയും അങ്ങയുടെ കൃപയും ഞങ്ങളിൽ അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങൾ അഗ്നിജ്വാലകളായി, ഞങ്ങളുടെ ജീവിതം കനലുകളായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് ദൈവമാതാവ് പരിശുദ്ധ കന്യകമറിയാമിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ തന്നെ ആമേൻ.